ആ ഓഹോ സൂസുകുഞ്ഞ സൂസുകുഞ്ഞ എവിടെ അവിടെ വിളിക്കുന്നു. ആ മറിയ ചേട്ടത്തി വിളിക്കുന്നു. ആളിനെ പരിചയമുണ്ടാ? മഹതിയാണ്, മഹതി. കോടീശ്വരിയാണ്, കോടീശ്വരി. ആ ദേ ഒരാളോട് ഇഷ്ടം തോന്നിയ കഴുത്ത കിടക്കുന്ന സ്വർണ്ണമാല, പോക്കറ്റിൽ കിടക്കുന്ന സ്വർണ്ണതാണ് എല്ലാം കൊടുത്തു കളയും. പക്ഷെ എല്ലാവരോടും ഇഷ്ടം തോന്നൂല. അതായത് എതിർക്കണം. എതിർക്കുന്നവരോടാണ് സ്നേഹം കൂടുതൽ. മുഖത്തു നോക്കി തർക്കുത്തരം പറയുക, കൂടെ നിൽക്കുന്നവരോട് കാര്യമില്ലാതെ ചൂടാവുക, അവരെ അവഹേളിക്കുക, അനാവശ്യം പറയുക, പറ്റുമെങ്കിൽ അച്ഛനെ വിളിക്കുക. ആ ഇതൊക്കെ കേട്ട് കഴിഞ്ഞോണ്ടല്ലേ മറിയ ചേട്ടത്തി ഹാപ്പിയാണ്. ഉടനെ എടുക്കും ചെക്ക് ബുക്ക്, സംഭാവന 50,000 രൂപ. എന്നാ പിടിച്ചോ. വാ സൂസി വരണം. മറിയ ചേട്ടത്തി അവിടെ വെയിറ്റ് ചെയ്യാ. വാ, ഞാൻ പറഞ്ഞ പോലെയൊക്കെ പറയണേ. പറ്റുമെങ്കിൽ തെറി വിളിക്കാം. അലക്കാനുള്ള തുണിയൊക്കെ പുറത്തിട്ടേക്കണേ, ഞാൻ അലക്കാം. ഇന്നലെ അലക്കിയത് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ അലക്കിയതോ? ഇന്നലെ ആരലക്കി? ഓ അത് ശരി, അതിനിടയ്ക്ക് അതും പറഞ്ഞു. ഓ നമ്പരാ. അയ്യോ മറിച്ചെടുത്തിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. അത് ശരി, ഇത്രയും നല്ല സ്വഭാവശുദ്ധിയുള്ള കൊച്ചിനെ കുറിച്ചാണോ നിങ്ങൾ ഈ ഇല്ലാവചനങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കിയത്? എന്താ ഏതല്ലെന്നാ? ഇതൊന്നും തീരെ ശരിയായില്ല സർ. വന്നു കയറിയ വീട്ടിലെ അംഗങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു കുട്ടിയെ കുറിച്ച് ഇങ്ങനൊന്നും പറഞ്ഞത് ഒട്ടും ശരിയായില്ല. എന്റെ കർത്താവേ, ചുമ്മാതല്ല ഇവിടെ ഒരു കഷണ്ടി, ഇവിടെ ഒരു അസൂയ. കൊള്ളാവടാ നീ. ജ്യൂസ് കുടിക്കൂ. പുതുമണവാട്ടിയിൽ എല്ലാവരും ആദ്യം ശ്രദ്ധിക്കുന്നത് ഇങ്ങോട്ട് നോക്കിയേ, കൈപ്പുണ്യം. നല്ല ടേസ്റ്റ് കേട്ടോ. എന്നതൊക്കെ പറഞ്ഞാലും ശരി, സതിക്കൊച്ചു ഭാഗ്യമുള്ള സമയാസമയം സ്വാദോടെ വെച്ച് വിളമ്പാൻ ഒരു നാത്തൂനെ കിട്ടിയേക്കും അല്ലയോ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാ കേട്ടോ പിള്ളേരെ. വരൂ ചേച്ചി, നമുക്ക് മറിയിച്ചെടുത്ത് യാത്രയ്ക്കാം. വന്നേ അവിടെ പറയക്കടാ. അല്ല ഞാൻ പറഞ്ഞ കാര്യം, ഞാൻ പറഞ്ഞത് എന്തോന്ന് ഞാൻ പറഞ്ഞത്? നാത്തൂമാര് കുശുമ്പും കൊച്ചു വർത്താനും ഒക്കെ പറഞ്ഞിരിക്കേ. മറിയ ചേട്ടത്തേക്ക് വേറെ ഒരുപാട് ജോലിയുണ്ട് കേട്ടോ. ടാറ്റാ. വണ്ടി എറാ. അങ്ങനെ പോവാൻ വരട്ടെ. അതെ, നീ ജയിച്ചെന്ന് കരുതണ്ട. ഞാൻ സതിയാ, സതി. പുരാണത്തിലെ സതിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ശപഥം നിറവേറ്റാൻ പിതാവായ യക്ഷന്റെ യാഗാഗ്നി ചാടിയവളാ സതി. സതിയെ തോപ്പിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കത്തില്ല, ആരെയും. വന്ന് പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു പറഞ്ഞതിന് നേരെ വിപരീതമാ പ്രവർത്തിക്കേണ്ടതെന്ന്. ഭാര്യയുടെ അമ്മായിയോ നാത്തൂനോ മഞ്ഞ നിറവാ ചേരുന്നതെന്ന് പറഞ്ഞിരിക്കട്ടെ, അതിനർത്ഥം ഒരിക്കലും ചേരാത്ത നിറം അതെന്നാ. എന്തൊക്കെയാ പറഞ്ഞത്? മറിയച്ചെടുത്തിയുടെ ഉടക്കി സംസാരിക്കണം, ചൂടാകണം, തർക്കുത്തരം മാത്രമേ പറയാവുള്ളൂ. അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ നേരെ റിവേഴ്സ് പറഞ്ഞത്. ഏതായാലും കുറെ കാര്യങ്ങൾ ഞാനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ താമസിക്കാതെ മറിയച്ചേടത്തേക്ക് മനസ്സിലായിക്കോളൂ. ഉള്ളതിലും ഡബിളാ ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നേ. ഏതായാലും ചേച്ചിയുടെ ഭാവന കണ്ട് ഞാനങ്ങ് വിസ്മയപ്പെട്ടു പോയി. എന്റെ ഭാവന കണ്ടേ മറിയച്ചേടത്തി വിസ്മയപ്പെട്ട് കാണും. ഇപ്പൊ രണ്ടുപേരുടെയും വിസ്മയങ്ങൾ എനിക്ക് നേരിട്ട് ബോധ്യമായി. എനിക്കറിയാമായിരുന്നു രണ്ടുപേരും പറയുന്നതിന്റെ ഇടയ്ക്ക് എവിടെയോ ആണ് സത്യം കിടക്കുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. അല്ല, ഈ വണ്ടിയുടെ ശബ്ദമൊന്നും കേട്ടില്ലായിരുന്നു. കള്ളം കണ്ടുപിടിക്കാൻ വരുമ്പോ കാടിളക്കിയാണോടാ വരുന്നത്? വീട്ടിനുള്ളിൽ തർക്കം ഉണ്ടാക്കുന്ന ഓരോരുത്തരും അവരവരുടെ ഭാഗങ്ങളങ്ങ് ന്യായീകരിച്ച് പൊലിപ്പിച്ച് പറയും. ഓരോരുത്തരുടെയും വശം കേൾക്കുമ്പം അവര് പറയുന്നതല്ലേ ന്യായമെന്ന് കേൾവിക്കാർക്കും തോന്നും. അമ്മായി മരുമകൾ, അമ്മാവൻ മരുമകൻ, നാത്തൂനും നാത്തൂനും, ഇവര് തമ്മിൽ ആവശ്യമില്ലാതെ ലഹള തുടങ്ങിയാ പിന്നെ വീടിന്റെ നാശവും തുടങ്ങിയെന്നാ. എന്തായാലും സൂസിക്കൊച്ചേ അഭിനയം നന്നായിരുന്നു കേട്ടോ. ഓ,
ആ കാലേ തൊട്ട് തൊഴിൽ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി തരം കിട്ടിയ കാല് വരുന്ന ആളാണ്. അതുപോലെ സതിയുടെ പ്രകടനവും. അതെ, ഈ ഓവർ ആക്ടിങ് എപ്പോഴും കാഴ്ചക്കാര് പെട്ടെന്ന് തിരിച്ചറിയും കേട്ടോ. രണ്ടുപേരുടെയും കള്ളം ഒരേ സമയത്ത് പിടികൂടാനാ ഞാനിപ്പൊ മടങ്ങി വന്നത്. ശരി, അപ്പൊ ഇനി എന്നെങ്കിലും എന്നോട് പറയാനുണ്ടോ? നൊണ്ടില്ല. ശരിയെന്നാ, എനിക്കൊന്നും പറയാനില്ല. വെച്ചിട്ടുണ്ടാ ഞാന് അതിന്റെ ഞാൻ തൃപ്തിയായില്ല നിനക്ക്? നാട്ടിൽ ഭർത്താക്കന്മാർക്ക് ജീവിക്കാൻ പറ്റുന്ന വെച്ചാൽ സാറേ, നരേന്ദ്രൻ സാറേ. എന്താ പത്മകുമാറേ? സംഗതി ഇങ്ങനെ വിടാൻ പറ്റില്ല. നമ്മൾ ഭർത്താക്കന്മാർ വേണം ഇതിന് മുൻകൈ എടുക്കാൻ. കാര്യം പറ പത്മകുമാറേ. പുതിയ തലമുറ ലക്ഷ്യബോധമില്ല എങ്ങനെ നടക്കുക. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു പൂവാലൻ ഒരു വീടിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ എത്തി നോക്കുക. എന്റെ പെരുവിൽ ഇങ്ങനെ കയറി വന്നതാ. പത്മകുമാർ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ സാറേ, നമ്മുടെ ഭാര്യമാർക്ക് മാന്യമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കണ്ടേ? ഇങ്ങനെ കുറെ വായി നോക്കൽ ചുറ്റുമുള്ളപ്പോ എങ്ങനെ നമ്മുടെ ഭാര്യമാരെ ഇറങ്ങി നടക്കുന്നത് സ്വസ്ഥമായിട്ട്? ഞാൻ പ്രശ്നം ഉണ്ടാക്കും. സാർ എന്റെ ഒപ്പം നിന്നാ മതി. ഉപദേശം കൊണ്ടൊന്നും കാര്യമില്ല. തല്ല്, നല്ല ഒന്നാം തരം തല്ല്, അതിൽ സംഗതി തീരും. പൂവാലന്മാരെ തല്ലേണ്ടതായിരുന്നെങ്കിൽ വളരെ മുമ്പ് തന്നെ തല്ല് തുടങ്ങേണ്ടതായിരുന്നു. പോട്ടെ, അതൊന്നും പറഞ്ഞ പത്മകുമാറിന് മനസ്സിലാവില്ല. ഏയ്, എനിക്ക് മനസ്സിലാവും. പൂവാലന്മാരുടെ കാര്യം ഏതൊരു ഭർത്താവിന് മനസ്സിലാവും. സാറെന്ന് പറയുന്നു എന്നോടൊപ്പം നിൽക്കൂ. ഒരു കാര്യം ചെയ്യും, പൂവാലന്മാരെ ഏറ്റവും നന്നായി കൈകാര്യം ചെയ്ത് പത്മകുമാറാണ്. കാരണം അവരുടെ എല്ലാ മാനദർശവും നന്നായി അറിയാവുന്ന പത്മകുമാറിന് മാത്രമാണ്. പത്മകുമാർ അത് ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യണേ. ചേച്ചി, കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അതിന് ഇത്തരം എന്നെ വിളിച്ച്. പക്ഷെ എനിക്കിത് വെറുതെ വിടാൻ പറ്റില്ലല്ലോ. പൂവാലന്മാരെ കൈകാര്യം ചെയ്തിട്ട് ഗുഡ് മോർണിംഗ് ചേച്ചി. ഒന്ന് വാ തുറന്ന് പറഞ്ഞൂടെ? ചേച്ചി കാണുന്നില്ലല്ലോ. ഞാൻ ലത ചേച്ചിയെ കാത്തു നിൽക്കുമായിരുന്നു. എന്താ ചേച്ചി വൈകിയത്? എന്താ എന്താ കാര്യം പറ. ഛർദിക്കണോ? വേണ്ടേ? എന്താ ചേച്ചി ദേഷ്യം പഠിപ്പിക്കരുത് കേട്ടോ. കാര്യം പറ അങ്ങോട്ട്. എന്താ? അയ്യോ, എന്റെ രക്ഷയില്ല. ഇത് അതല്ല, ഇത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല. ചോദ്യങ്ങൾ ചോദിക്കാൻ വിധിക്കപ്പെട്ടവർക്ക് മൗനവ്രതം പറ്റില്ല. എന്തോന്ന് വ്രതം? മൗനവ്രതം. എൻ്റെ കുഞ്ഞെ, ഞാനൊരു വാരികയിൽ വായിച്ചു. ആരോഗ്യ പന്തിയിൽ 6 മാസം കൂടുമ്പം 2 ദിവസം മൗനവ്രതം ആചരിക്കുന്നത് മനസ്സിനും ബുദ്ധിക്കും ബെസ്റ്റാണെന്ന്. എന്ത് വ്രതം? മൗനവ്രതം. 2 ദിവസത്തേക്ക് ആരോടും സംസാരിക്കരുത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആംഗ്യത്തിൽ കൂടിയൊക്കെ പറയണം. മനസ്സ് ശാന്തമാക്കാൻ നല്ലതാണെന്നാണ് പറയണത്. എന്തു പൂക്കര വേണോ? ഓ, ടി വി വെക്കാൻ പോണെന്നാ? വെക്കാം, നമുക്ക് നല്ല പരിപാടിയാണ്. അടുത്തത് ഓ, മൗനവ്രതമായിട്ട് എഴുതി പഠിപ്പിക്കുകയാണല്ലേ? ഓ, അരി. അത് പിന്നെ പറയണ്ടേ? അരി ഇപ്പൊ വാങ്ങിക്കാം. വാ. അയ്യോ, ഇപ്പൊ ശർക്കര ഇവിടെ ഇടാം കേട്ടാ. ലീലാവതി ചേച്ചി, ഈ ആഴ്ചത്തെ വാരിക വന്നോ? ഒന്ന് തരുമോ?
ചേച്ചി വായിച്ചു കഴിഞ്ഞോ? ആ ആ. ഇന്ന് ഇന്ന് ആ, ഞാൻ ഓ ഇന്ന് പല്ല് തേച്ചില്ലെന്നല്ലേ? പിന്നെന്താ? അയ്യോ, എന്താ ഛർദിക്കാൻ വരുന്നു ചേച്ചി? അയ്യോ, എന്താ എന്താ? അയ്യോ, വേണ്ട ചേച്ചി, വേണ്ട, ഭാര്യ വേണ്ട, വേണ്ട ചേച്ചി. അയ്യോ, എനിക്ക് വേണ്ടെന്ന്, ഭാര്യ വേണ്ടെന്ന്. അയ്യോ, എന്താ സൗന്ദര്യ? അപ്പുറത്തെ ലീലാവതി ചേച്ചിക്ക് എന്തോ കുഴപ്പമുണ്ട് ചേച്ചി. യോ, എന്ത് കുഴപ്പം? എന്നെ നോക്കിയേ കഥകളി മുദ്രയൊക്കെ കാണിക്കുന്നു. കഥകളി മുദ്രകളോ? ചേച്ചി വാ, ഞാൻ കാണിക്കാം. വാ. പറയാനാ ഭാരിക, ചേച്ചിയുടെ ഭാരിക വേണം. മറ്റോൻ തന്നെ സൗന്ദര്യ. ഏതാച്ചി? മറ്റോൻ തന്നെ. ഏതാന്ന്? മറ്റവൻ ഇത് ബാധ ആവേശിരിക്കും. അകന്നൊന്നില്ലെങ്കിൽ ആക്രമിക്കും, മാറിക്കും. ഞാൻ പാവം വെറുതെ വെറുതെ നോക്കാൻ വേണ്ടി നിന്നതാ. ഇതൊന്നും വടമാറ്റിയാ? നീ ഈ ഗേറ്റ് മുറുകി പിടിച്ചോ. ഇരുമ്പ് കണ്ട എച്ചി ഓടും. ഇരുമ്പ എന്റെ മുന്നേ ഒരു ആക്ഷൻ കാണിച്ച്, അതാണ് കാര്യം. കുഞ്ഞ് കൈവിട്ടെ, കൈവിട്. എന്തിനേച്ചി? ഇതേ മൗനവ്രതാ. മൗനവ്രതം. എന്താ മൗനവ്രതം? പേടിക്കാനൊന്നുമില്ല. ഇങ്ങോട്ട് നോക്ക്, ഞാൻ തൊട്ടാണ്ട. സൗന്ദര്യം തൊട്ട് നോക്ക്. തൊടുന്നത് ഇപ്പൊ വലിയ ഇഷ്യൂ ഒന്നും അല്ലല്ലോ. കണ്ട? ഇപ്പഴാ എന്റെ ശ്വാസം നേരെ വീണത്. അസൽ ബാധ തന്നെന്നാ ഞാൻ വിചാരിച്ചത്. രൂപം കണ്ടാലും അത് തന്നെയാണല്ലോ. ദേഹത്തോട്ട കളി മാറും. സംസാരിക്കാനോട് സംസാരിച്ചു തീർക്കണം. ബാധേ ബാധ നമ്മളെ ചിരിപ്പിക്കുന്നത് നോക്കി. കോമഡി ബാധ, കോമഡി ബാധ. പോയേ കോമഡി ബാധേ, കോമഡി ബാധേ, ബാധേ, കോമഡി ബാധേ. ചേച്ചി എന്തു അല്ല, ഞാനും മൗനവ്രതം തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക. എന്തു അല്ല, മൗനവ്രതം ആവുമ്പോഴേ മനസ്സിന് നല്ല ശാന്തത കിട്ടും. അത് നേരെ. മനസ്സിന് ശാന്തത എന്ന് പറയുമ്പോ മനസ്സിന്റെ ദുഃഖമൊക്കെ അങ്ങ് മാറും. അയ്യോ, അത് നേരെ. മനസ്സിന്റെ ദുഃഖമൊക്കെ മാറുമ്പോഴേ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചിന്തിക്കും. അയ്യോ, അത് നേരെ. നല്ല കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴേ മോശം കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കും. അതെ തന്നെ. അങ്ങനെ ആവുമ്പോഴേ നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. അയ്യോ, സമാധാനമായിട്ട് ഇരിക്കാനും പറ്റും. ഒരു പ്രശ്നത്തിനും മനസ്സ് വിഷമിക്കേണ്ടി വരികയില്ല. എന്ന് വെച്ചാ ഇപ്പൊ ഉള്ള അവസ്ഥ പോലെ. എന്താ? അല്ല, ഇപ്പോ ആകെ നല്ല മനസമാധാനാണല്ലോ. ഒന്നിനെ കുറിച്ച് വിഷമിക്കണ്ട. നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നു, സുഖമായിട്ട് കൂർക്കം വലിച്ച് ഉറങ്ങാൻ പറ്റുന്നു. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നടക്കുമ്പോ അതിനിടയ്ക്ക് എന്തിനു കുഞ്ഞേ പ്രത്യേകിച്ചൊരു മൗനവ്രതം? എന്ത് ഉത്തരവില്ലേ?